ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി അയലക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല, ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് പഠിച്ചതാണ്. ചട്ടി ചൂടാകാൻ വെക്കുക. ചൂടായതിനു ശേഷം മാത്രം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇത് പറയാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യാൻ നേരത്ത് ചട്ടി വെച്ച ഉടനെ എണ്ണ ഒഴിക്കും, കടുകിടും. പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു രുചി ഉണ്ടാകത്തില്ലെന്നേ. ചൂടായതിനു ശേഷം മാത്രം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാമേ. ഉലുവ നല്ല രീതിയിൽ മൂത്ത് വരാൻ നേരത്ത് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കാമേ. കടുകിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ അമ്മ മീൻകറി വെക്കാൻ നേരത്താ ഞാൻ അറിഞ്ഞത് മീൻകറിക്ക് കടുകിടാറില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീൻകറിക്കൊന്നും ഇട്ടിട്ടില്ല കടുക്. ഇത് നല്ല രീതിയിൽ മൂത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ചേർക്കാൻ പറ്റത്തുള്ളേ. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വന്നത്, അപ്പോഴേക്കും കുഞ്ഞാണെങ്കിൽ ഭയങ്കര വഴക്കാണ്. അവന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. കിടന്നുറങ്ങാന്നൊക്കെയാ പറയുന്ന ആള്. പിന്നെ സമയം ഉച്ച കഴിഞ്ഞതുകൊണ്ട് കറിയൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ ഉറക്കം എല്ലാം കളഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് അവനെ അങ്ങ് കളിക്കാനായിട്ട് വിട്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും 4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മീനിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുളക് പൊടിയാണ്. ഇത് നല്ല രീതിയിൽ വന്നപ്പോഴേക്കും കുറച്ച് ഞങ്ങളിവിടെ നീരാണ് ഒഴിക്കുന്നത്. ഉപ്പുനീര് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പുളിയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോഴേക്കും മീനും ഇട്ട് അടച്ചു വെച്ച് തീയും കൂട്ടി വെച്ചു. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നേ. എൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് കറിവേപ്പിലയൊക്കെ തൂകി അടിപൊളി അയലക്കറി റെഡി.